ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഉദയഭാനു ശ്രീകലയും കൂടി തങ്ങളുടെ ഗതികേടിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ശ്രീകല ചോദിക്കും, ഉദയേട്ട ഇനി എന്ത് ചെയ്യും? മോളെ ഞാൻ എത്ര തവണ വിളിച്ചെന്നറിയാവോ? അവൾ ഫോൺ എടുക്കുന്നില്ല. അവൾ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കുമോ? അവിടെ എന്തായി? എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഉദയേട്ട എന്ന് പറയാം. ശ്രീകലെ, എൻ്റെ അവസ്ഥ അതാ. ഞാനും ദേവിമോളെ വിളിച്ചു നോക്കി, അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതേ ഇല്ല. എനിക്കറിയാൻ മേല. ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ദേവി പ്രഗ്നൻ്റ് അല്ലെന്ന് ആനന്ദിന് മനസ്സിലാവും. അതോടുകൂടി നമ്മുടെ മോളെ അവൻ ഉപേക്ഷിക്കുകയും ചെയ്യും. അത് താങ്ങാനുള്ള കരുത്തൊന്നും ദേവിക്കില്ല എന്ന് പറയാം. അപ്പം നമ്മുടെ ശ്രീകല വീണ്ടും പറയും, ഞാനാ എല്ലാത്തിനും കാരണം. ഇങ്ങനൊരു ഐഡിയ ആയിട്ട് ഞാനല്ലേ വന്നത്. അവളൊന്ന് ഛർദ്ദിക്കുന്ന കണ്ടപ്പോഴേ ഗർഭമുണ്ടെന്നും പറഞ്ഞ് ആ വീട്ടിൽ കയറി പറ്റാമെന്ന് ഞാനല്ലേ നിർബന്ധിച്ചത്. ഇപ്പം എൻ്റെ മോള് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോവുക. നമ്മൾ എന്ത് ചെയ്യും ഉദയേട്ട? അവൾ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടില്ലേ? അവൾ ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കുമെന്നല്ലേ പറഞ്ഞത്, ആനന്ദ അവളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് ശ്രീകലയും കരയുവാണേ. അപ്പോൾ ഉദയഭാനു പറയും, ഇത്രയും ഗതികെട്ടുപോയൊരു അച്ഛനായി പോയല്ലോ ശ്രീകലയെ ഞാൻ. നമ്മുടെ മകളെ എങ്ങനെയെങ്കിലും ഈ കഷ്ടപ്പാടിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പെടാപ്പാട് പെട്ട് അത്രയും നല്ലൊരു കുടുംബത്തിലേക്ക് അവളെ കെട്ടിച്ചയച്ചു. എന്നിട്ട് ഒരു നിമിഷം പോലും സമാധാനത്തോടെ ഒന്നും നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ. ദേവിയുടെ ആ കല്യാണാലോചന വന്ന ആ നിമിഷം തുടങ്ങി ഈ നിമിഷം വരെ സമാധാനത്തോടെ ഒന്നും ഉറങ്ങാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയാം. എല്ലാം നമ്മുടെ ഗതികേടാ. നമ്മുടെ പോലെ തന്നെ ഏതെങ്കിലും കോളനിയിലെ ഒരുത്തനെ കൊണ്ട് കെട്ടിച്ച് അവളുടെ ജീവിതം ഒന്നും എത്താതെ പോകും. അവളും നരയിക്കണ കാണണമല്ലോ എന്ന് ഓർത്തിട്ടാ ബാലനു കുടുംബത്തിലേക്കും അവളെ കെട്ടിച്ചയച്ചത്. അതൊരു നല്ല കുടുംബമാണ്. ദേവി തന്നെ അത് പറയുന്നില്ലേ, അവിടെയുള്ളവർക്കൊക്കെ സ്നേഹിക്കാനേ അറിയുള്ളൂന്ന്. പക്ഷെ അവരെ വഞ്ചിച്ചാ നമ്മൾ ആ കല്യാണം നടത്തിയത്. ഇതിപ്പം ഇത്രയും വലിയൊരു ചതിയും കൂടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായെന്നറിഞ്ഞാൽ ആനന്ദ് ഒരിക്കലും ദേവിയോട് ക്ഷമിക്കാനും പോകുന്നില്ല എന്നും പറഞ്ഞ് ഉദയഭാനു കരയാൻ തുടങ്ങും. നമ്മൾ എങ്ങനെ ജീവിച്ചതാ അല്ലേ ഉദയേട്ട? നമ്മുടെ അവസ്ഥ ഇപ്പം കണ്ടില്ലേ എന്ന് ചോദിക്കുക. അതെ, നല്ല രീതിയിൽ ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നതല്ലേ നമ്മൾ. ഇപ്പം ബാലനോട് പറയുന്നത് പകുതി കള്ളങ്ങളും സത്യങ്ങളായിരുന്നില്ലേ? നമുക്കും നല്ല ആസ്തിയൊക്കെ ഉണ്ടായിരുന്നല്ലേ? എന്നിട്ട് എന്താ ചെയ്തേ? ആ ദൈവങ്ങൾ നമ്മളെ ഈ രീതിയിലാക്കി കളഞ്ഞു. എന്നാൽ എങ്ങനെയെങ്കിലും നമ്മുടെ കുഞ്ഞിൻ്റെ കല്യാണം ഒന്ന് നടത്തി ആ സമാധാനത്തോടെ ജീവിക്കാന്ന് വെച്ചാൽ അതിനും പറ്റുന്നില്ല. കള്ളവും ചതിയ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വേണ്ടിയതെന്ന് ദൈവം തന്നെയല്ലേ നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ വഴിക്ക് പോകുന്നേ. അത്ര സത്യസന്ധതയോടെ ജീവിച്ചിട്ട് എന്താ നമ്മൾ നേടിയത്? എല്ലാം നശിപ്പിക്കുകയല്ലേ ചെയ്തേ? അല്ല, എല്ലാം കള്ളന്മാർ തട്ടിയെടുക്കുകയല്ലേ ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് എന്നും പറഞ്ഞ് ഉദയഭാനു കരയുക. ശ്രീകല പറയും, നമ്മളിനി എന്താ ചെയ്യും? നമ്മുടെ മോളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നും പറഞ്ഞ് ശ്രീകല സങ്കടപ്പെടുമ്പം ഉദയഭാനു പറയും, ദേവിയുടെ കല്യാണത്തിൻ്റെ സമയത്തും ഇതേപോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. പലിശക്കാരെല്ലാവരും വന്ന് ദേവിയുടെ കല്യാണം മുടങ്ങുമോ എന്നുള്ള പേടിയിൽ എങ്ങനെയാണ് ഞാൻ അവിടെ നിന്നേന്നറിയുമോ? മുള്ളിന്മേൽ പോലുള്ള നിപ്പായിരുന്നു എൻ്റേത്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ടെന്തോ ആ കല്യാണം നല്ല രീതിയിൽ നടന്നു. കല്യാണങ്ങാനും മുടങ്ങിയാൽ അവിടെ വെച്ച് തന്നെ മരിക്കാൻ വേണ്ടി ഞാൻ കരുതിയിരുന്നതാ. ഇത് കണ്ടോ ശ്രീകലെ, ഈ വിഷക്കുപ്പി എന്നും പറഞ്ഞ് ഒരു വിഷം എടുത്ത് ആ ശ്രീകലയെ കാണിക്കൂ. എന്താ ഉദയേട്ട ഇത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ മനസ്സ് കരുതിയിട്ടാണോ ദേവിയുടെ കല്യാണം നടത്താൻ മുന്നിട്ടിറങ്ങിയത് എന്ന് ശ്രീകല ചോദിക്കുക. അതെ, എല്ലാവരുടെ മുന്നിൽ നമ്മളുടെ മോള് നാണം കെട്ട് അപമാനതയായി നിൽക്കുന്നേക്കാൾ എത്രയോ ഭേദവാ കുടുംബത്തോടെ മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷക്കുപ്പി കരുതി വെച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. കല്യാണം മംഗളമായിട്ട് തന്നെ നടക്കുകയും ചെയ്തു. പക്ഷെ ഇന്നാ ഇതിൻ്റെ ആവശ്യം. നമ്മുടെ മോൾക്ക് എന്തേലും പറ്റി എന്നൊരു വാർത്ത അറിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല ശ്രീകലെ. പിന്നെ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്? ഈ കണ്ട കള്ളങ്ങളെല്ലാം പറഞ്ഞ് ഇത് അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ? അവൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ? എന്നിട്ട് നമുക്ക് നമ്മുടെ മോളെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ശ്രീകല പറയും, ഉദയേട്ടൻ പറഞ്ഞത് നേരാ. നമ്മുടെ ദേവി ഇല്ലാത്ത ഈ ലോകത്ത് നമ്മളായിട്ട് ജീവിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷെ ഉദയേട്ടനല്ല ആദ്യം കഴിക്കേണ്ടത്, ഇത് ഞാനാ. ഉദയേട്ടൻ ഇങ്ങനെ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അതിനെല്ലാം സപ്പോർട്ട് ചെയ്തത് ഈ ഞാനാ. അതുമാത്രമല്ല, മരിക്കുമ്പോഴും എനിക്ക് സുമംഗലിയായി മരിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ വേണം ഇത് ആദ്യം കുടിക്കാൻ എന്ന് പറയാം. അപ്പോൾ ഉദയഭാനു പറയും, വേണ്ട ശ്രീകലെ, നീ ഇല്ലാത്ത ഈ ലോകം കണ്ടിട്ട് എനിക്ക് മരിക്കണ്ട. നീ ജീവനോടെ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി എന്നും പറഞ്ഞ് ഉദയഭാനു പറയും, ആദ്യം ചെയ്യേണ്ടത് ഇത് ഞാൻ തന്നെയാ എന്ന് പറയാം. ഉദയേട്ട ഇങ്ങനെയൊന്നും പറയല്ലേ, നമുക്ക് രണ്ടുപേർക്കും കൂടി കഴിക്കാം. അങ്ങനെ ചെയ്യാം എന്നും പറഞ്ഞാൽ അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം ആശുപത്രിയിലാണെങ്കിൽ നമ്മുടെ ആനന്ദ് ഇങ്ങനെ ഓരോരോ ആലോചനയിലാ. ഇപ്പം എന്തായാലും ദേവിയുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. അവളുടെ കളങ്ങളെല്ലാം ഇപ്പം തന്നെ പൊളിക്കും. അതുവരെ അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കണം. അവളുടെ ഒരു അഭിനയം കണ്ടില്ലേ, എത്ര സാമർത്ഥ്യമായിട്ടാണ് അവൾ എൻ്റെ മുന്നിൽ അഭിനയിക്കുന്നത് എന്നൊക്കെ ആനന്ദ് മനസ്സിൽ പറയുകയാണേ. അപ്പം അവിടേക്ക് ദേവി വരികയാണ്. ആനന്ദേട്ട, എന്താ ദേവി?
അത് 1 മണിക്കൂർ റിസൾട്ട് കിട്ടാൻ വേണമെന്നാണ് പറഞ്ഞത്, ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓ അങ്ങനെ പറഞ്ഞോ? അപ്പം നമുക്ക് ഉറപ്പാണല്ലോ നീ പ്രഗ്നൻ്റ് ആണെന്ന്, പിന്നെ അതൊന്ന് കൺഫേം ചെയ്യാൻ 1 മണിക്കൂർ വേണം എന്നല്ലേ അതിനർത്ഥം? അതെ ആനന്ദേട്ടാ എന്ന് ദേവി വീണ്ടും പറയും. അപ്പം ദേവി അവിടെ കണ്ട കസേരയിൽ ഇരിക്കാനായിട്ട് തുടങ്ങും. അപ്പം ആനന്ദ് പെട്ടെന്ന് കയറി ദേവിനെ പിടിക്കും. അയ്യോ ദേവി, നീ ഇത് എന്താ കാണിക്കുന്നത്? എന്താ ആനന്ദേട്ടാ? ഇങ്ങനെ ചാടിക്കയറിയൊന്നും ഇരിക്കാൻ പാടില്ല. ഈ സമയത്ത് സാവകാശം വേണം ഇരിക്കാൻ. നിന്റെ ഉള്ളിൽ നമ്മുടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകുന്നു ദേവി ഇടയ്ക്കിടയ്ക്ക്. എനിക്ക് ശ്രദ്ധയുണ്ട് ആനന്ദേട്ടാ എന്ന് പറയാം. എന്നിട്ട് ദേവി അവിടെ ഇരിക്കുവാണ്. അപ്പോൾ ദേവിയുടെ മനസ്സിൽ ഇങ്ങനെ ആലോചനകൾ വരിക. എൻ്റെ ആനന്ദേട്ടൻ എന്നിൽ നിന്നും പൂർണ്ണമായിട്ടും അകന്നു പോകാൻ ഇനി ഏതാനും മണിക്കൂറുകൾ കൂടിയേ ഉള്ളൂ. 1 മണിക്കൂർ കൊണ്ട് റിസൾട്ട് വരും. അപ്പം ഞാൻ പ്രഗ്നൻ്റ് അല്ലെന്നുള്ള വിവരം ആനന്ദേട്ടൻ അറിയും. അതോടുകൂടി ഈ ദേവിയെ പൂർണ്ണമായിട്ടും വെറുക്കും. ഒരു കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് ദേവമംഗലത്തേക്ക് മടങ്ങി വരാൻ ശ്രമിച്ച ദേവീനെ പിന്നെ ഒരിക്കലും എൻ്റെ ആനന്ദേട്ടന് സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല. ആനന്ദേട്ടൻ എന്നെ വെറുക്കുന്ന ആ നിമിഷം ദേവി ഈ ലോകത്തു നിന്ന് പോകും. ഇനി ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്? ദേവമംഗലമില്ലാതെ, ആനന്ദേട്ടനില്ലാതെ എനിക്ക് എന്ത് ജീവിതമുള്ളത്? എൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ ആനന്ദേട്ടൻ്റെ കൂടിയാ. ആ മനുഷ്യനില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട എന്ന് ദേവി മനസ്സിലിങ്ങനെ തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പം ആനന്ദും ദേവിയുടെ ആലോചനയൊക്കെ കാണുമ്പോൾ ചോദിക്കും, എന്താ ദേവി, അല്ല നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, വേഗം കണ്ണ് തുടയ്ക്ക്. ഇത് നിന്റെ സന്തോഷ കണ്ണീരാണെന്നൊക്കെ എനിക്കറിയാം, അല്ലാതെ സങ്കടപ്പെട്ട് കരയേണ്ട കാര്യമൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. ലോകത്തിലുള്ള എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലൂടെയല്ലേ നീ ഇപ്പം കടന്നു പോകുന്നത്. അങ്ങനെയുള്ളപ്പം നിന്റെ കണ്ണിൽ നിന്ന് എന്തായാലും സങ്കടം കൊണ്ട് കണ്ണീര് വരില്ല. ഇത് ആനന്ദാശ്രു അല്ലേ? നീ പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം ഇപ്പോൾ ഡോക്ടറുടെ വായിൽ നിന്ന് കേൾക്കാൻ പോകുന്നതിൻ്റെ സന്തോഷം എന്ന് ആനന്ദ് ചോദിക്കുക. പക്ഷേ ആൾക്കാർ തെറ്റിദ്ധരിക്കും. ആരെങ്കിലും കണ്ട വേഗം നീ കണ്ണു തുടച്ചേ. ആൾക്കാർ വിചാരിക്കുവേ നീ ഇനി വല്ല കള്ളത്തരവും കാണിച്ചിട്ട് അത് ക്കാൻ പോകുന്നതിന് മുൻപേ ഉള്ള പേടിയായി കണ്ണിലൂടെ ഒഴുകി വരുന്നതെന്ന്. അതുകൊണ്ട് വേഗം കണ്ണു തുടയ്ക്കുക എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ആനന്ദിൻ്റെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പം ദേവിക്ക് ആകെ സങ്കടം വരിക. അപ്പം ദേവിയോട് ആനന്ദ് ചോദിക്കും, അല്ല നിനക്ക് വിശക്കുന്നുണ്ടോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. നമ്മൾ ആശുപത്രി വന്നിട്ട് തന്നെ കുറേ സമയമായില്ലേ. എൻ്റെ കുഞ്ഞിനിപ്പം വിശക്കുന്നുണ്ടാവുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചു തരാം. ഇവിടെ ക്യാൻറ്റീനിൽ നല്ല ഫുഡ് ഉണ്ടെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് എന്നും പറഞ്ഞ് ദേവീനെയും കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. എന്നിട്ട് 2 പേർക്കുമുള്ള ആഹാരമൊക്കെ മുന്നിൽ വരിക. അപ്പോൾ ദേവി പറയും, എനിക്ക് വിശപ്പില്ല ആനന്ദേട്ടാ എന്ന് പറയാം. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇത് നിനക്ക് വേണ്ടി മാത്രമല്ല കഴിക്കുന്നത്, നമ്മുടെ കുഞ്ഞിനും കൂടി വേണ്ടിയിട്ടാ. അതുകൊണ്ട് നീ വയറ് നിറച്ച് കഴിക്കണം. ഈ സമയത്ത് 2 പേർക്കുള്ളത് കഴിക്കണമെന്നാണ് പറയുന്നത് എന്നും പറഞ്ഞാൽ ദേവിയെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കുവേ. അപ്പം ദേവി മനസ്സിൽ പറയും, ആനന്ദേട്ടൻ്റെ ഈ സ്നേഹവും പരിഗണനയൊക്കെ എനിക്ക് നഷ്ടപ്പെടാൻ പോവാണല്ലോ എൻ്റെ ദൈവമേ. ഇനി എൻ്റെ ആനന്ദേട്ടൻ എന്നെ വെറുത്ത കണ്ണുകളിലൂടെയല്ലേ കാണുള്ളൂ. ഈ ദേവീനെ സ്നേഹിക്കാൻ ഇനി ഒരിക്കലും എൻ്റെ ആനന്ദേട്ടന് സാധിക്കത്തുമില്ല. ഇത് ഞാനും ആനന്ദേട്ടനും ഒരുമിച്ച് കഴിക്കാൻ പോകുന്ന അവസാനത്തെ ആഹാരമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവി സങ്കടപ്പെട്ടിരിക്കുക. എന്താ ദേവി, നിന്റെ കണ്ണ് വീണ്ടും നിറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുക. അപ്പം ദേവി പറയും, എനിക്കിതൊന്ന് വാരിത്തരാവോ ആനന്ദേട്ടാ എന്ന് പെട്ടെന്ന് ചോദിക്കുക. അപ്പം ആനന്ദ് പറയും, കണ്ടില്ലേ അവളുടെ അഭിനയം എന്നിങ്ങനെ മനസ്സിലാട്ടോ പറയുന്നത്. പ്രഗ്നൻ്റ് ആണെന്ന് വരുത്തി തീർക്കാനുള്ള ഓരോരോ നാടകങ്ങൾ. ഈ ആശുപത്രിയിൽ വന്നിട്ട് പോലും അവളുടെ അഭിനയത്തിന് ഒരു കുറവും ഇല്ലല്ലോ എന്നൊക്കെ ആനന്ദ് മനസ്സിൽ പറയാണ് കേട്ടോ. എന്നിട്ട് ആനന്ദാണെങ്കിൽ പെട്ടെന്ന് ദേവിയോട് പറയും, അതിനെന്താ, എൻ്റെ കുഞ്ഞിനെ വഹിക്കുന്ന നിനക്കല്ലാതെ പിന്നെ ആർക്കാണ് ഞാൻ വാരിത്തരുന്നത്? ഞാൻ വാരിത്തരാലോ എന്നും പറഞ്ഞ് ആ ആഹാരം മുഴുവനും ദേവിക്ക് വാരി കൊടുക്കണം കേട്ടോ. അപ്പോൾ ദേവിക്ക് വളരെയേറെ സന്തോഷം വരികയാണ്. എൻ്റെ ആനന്ദേട്ടൻ്റെ കൈകൊണ്ട് ഈ ആഹാരം കഴിക്കുമ്പം ഒരുപാട് രുചി തോന്നുന്നുണ്ട് എനിക്കെന്ന് ദേവി പറയാം. അത് ഈ ആഹാരത്തിൻ്റെ രുചിയാണ്, അല്ലാതെ എൻ്റെ കൈകൊണ്ട് തരുന്നതുകൊണ്ടൊന്നും അല്ല എന്ന്. അപ്പോൾ ആനന്ദ് പറയുവേ, അല്ല ഇത് ആനന്ദേട്ടൻ എനിക്ക് തന്നതുകൊണ്ടാണ് ഇത്രയ്ക്കും രുചി തോന്നുന്നത്. എനിക്ക് അല്ലെങ്കിൽ ഞാനാ കഴിക്കുന്നതെങ്കിൽ ഇത്ര രുചിയോടെ ഈ ആഹാരം കഴിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നൊക്കെ ദേവി പറയാണ് കേട്ടോ. നീ എന്തായാലും വയറ് നിറച്ച് കഴിക്കുക എന്നും പറഞ്ഞ് ആനന്ദ് അവളെ കൊണ്ട് അത് മുഴുവൻ കഴിപ്പിക്കുക. അതിനുശേഷം 2 പേരും കൂടി വീണ്ടും ഡോക്ടറുടെ ക്യാമ്പിനടുത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ദേവിയുടെ മനസ്സിൽ വീണ്ടും പേടിയാവുക. ഇപ്പം തന്നെ റിസൾട്ട് കിട്ടുമല്ലോ, ആനന്ദേട്ടൻ സത്യങ്ങളെല്ലാം അറിയുമല്ലോ. അതിന് മുന്നേ ആനന്ദേട്ടനോട് ഞാൻ തന്നെ സത്യങ്ങൾ പറഞ്ഞ് ക്ഷമ ചോദിച്ചാൽ എന്നോട് ക്ഷമിച്ചാലോ, അവസാനമായിട്ടൊന്നും കൂടി ശ്രമിച്ചു നോക്കിയാലോ എന്നൊക്കെ ദേവി ഇങ്ങനെ മനസ്സിൽ പറയാൻ കേട്ടോ. അപ്പോൾ ദേവിയുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസൊക്കെ നമ്മുടെ ആനന്ദം ശ്രദ്ധിക്കുന്നുണ്ട്. ദേവി, ഈ ലോകത്ത് നീ വേറെ എന്ത് കള്ളം പറഞ്ഞെങ്കിലും ഞാൻ ചിലപ്പോൾ നിന്നോട് ക്ഷമിച്ചേനെ ദേവി. ഇതിനു മുൻപ് നീ പറഞ്ഞതൊക്കെയും ക്ഷമിക്കാൻ ഒരു പരിധിവരെ എനിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ നിൻ്റെ മേലുള്ള വിശ്വാസമേ എനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇത് അങ്ങനെയല്ല. ലോകത്തൊരു പെണ്ണും പറയാൻ ആഗ്രഹിക്കാത്തൊരു കള്ളവാ നീ ഇപ്പം പറഞ്ഞിരിക്കുന്നത്.
പക്ഷേ ഇതെനിക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ദേവി എന്ന് ആനന്ദ് മനസ്സിൽ പറയാൻ കേട്ടോ. അപ്പം ദേവി ആനന്ദിൻ്റെ അടുത്തേക്ക് വരിക. ആനന്ദേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ദേവി, നിനക്ക് എന്തെങ്കിലും വയ്യായ്കയുണ്ടോ? ഇത്രയും നേരമൊക്കെ ഇരുന്നതുകൊണ്ട് നടുവേദനിക്കുന്നുണ്ടായിരിക്കും അല്ലേ? സാരമില്ല, ഇപ്പം തന്നെ നമ്മുടെ റിസൾട്ട് വരും. നമുക്കിപ്പോൾ ഡോക്ടറെ കയറി കാണാം. എന്നിട്ട് വീട്ടിലേക്ക് പോയാൽ പിന്നെ റെസ്റ്റ് എടുക്കാമല്ലോ. അവിടെ എന്തായാലും അമ്മയെ നിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. നിന്നെ നന്നായിട്ട് തന്നെ നോക്കും. അതല്ല ആനന്ദേട്ടാ, ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. പെട്ടെന്ന് നേഴ്സ് അങ്ങോട്ട് വന്ന് അവരുടെ റിസൾട്ട് ആയിട്ടുണ്ട് എന്ന് പറയാണ് കേട്ടോ. ഇനി ഒന്നും പറഞ്ഞു നിൽക്കാൻ സമയമില്ല ദേവി. ദേ, നമുക്ക് ഡോക്ടറുടെ ക്യാബിനിലേക്ക് പോവാം. ഡോക്ടർ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഇറങ്ങാം. എന്നിട്ട് നിന്നെ എന്തായാലും ഞാൻ ഇനി ബൈക്കിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ല. നമുക്കൊരു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ പിന്നെ നിനക്ക് നടുവേദന ഒന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ദേവിയും കൂട്ടി ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ ഒരു ക്ലയൻറ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ദേ, ഓപ്പറേഷൻ്റെ തീയതി നിശ്ചയിക്കുന്നതേ ഞാനാ, അല്ലാതെ നിങ്ങളല്ല. ഞാനാണല്ലോ ഡോക്ടർ. അപ്പം ഞാൻ പറഞ്ഞ ഡേറ്റ് തന്നെ ഓപ്പറേഷൻ നടത്തിയാൽ മതി. ആ സമയത്തെ കൊച്ചിന് പൂർണ്ണ വളർച്ച എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരോട് ഡോക്ടർ ഫോണിൽ കൂടി ദേഷ്യപ്പെടുക. അപ്പോൾ ആനന്ദ് നോക്കുമ്പോൾ ഡോക്ടറുടെ മുന്നിൽ കുറേ റിസൾട്ടുകൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് ആനന്ദ് ഡോക്ടർ കാണാതെ ആ റിസൾട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെക്കും കേട്ടോ. എന്നിട്ട് ഡോക്ടറെ ഫോൺ കട്ട് ചെയ്ത് വരുമ്പം പറയും, നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടല്ലേ. ഇപ്പോൾ വിളിച്ചതേ ഇവിടെ തന്നെ നോക്കുന്ന എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ഹസ്ബൻഡാ. കുട്ടിക്ക് സിസേറിയനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കൊടുത്ത ഡേറ്റ് 28-ാം തീയതിയാണ്. അന്ന് അവർക്ക് പറ്റത്തില്ല പോലും. അവർക്ക് 20-ന് ചെയ്യണമെന്ന്. സിസേറിയൻ ആയതുകൊണ്ട് കൊച്ചിനെ നേരത്തെ എടുക്കണമെന്ന്. അന്ന് നല്ല നാളാണെന്ന് ജോത്സ്യൻ പറഞ്ഞെന്ന്. എന്തൊക്കെയാലേ ഇന്നത്തെ കാലത്തും ഇതുപോലെ അന്ധവിശ്വാസങ്ങളും കൊണ്ട് നടക്കുന്ന ഭർത്തു വീട്ടുകാരാ ഓരോ പെൺകുട്ടികളുടെ നാശത്തിൻ്റെ കാരണം. ആ പെൺകൊച്ചിന് അത്യാവശ്യം ബോധമുള്ളതാണ്. പക്ഷെ അതിൻ്റെ അമ്മായിമ്മയും അതുപോലെ ഭർത്താവും ഒരു കടുംപിടുത്തക്കാരാ. അവർ ഒരുമാതിരി ഭയങ്കരമായിട്ട് ജാതകത്തിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണെന്ന് അന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാ എന്നൊക്കെ ഡോക്ടർ പറയാം. നിങ്ങളുടെ റിസൾട്ട് നോക്കട്ടെ എന്നും പറഞ്ഞ് പെട്ടെന്ന് മോളിൽ കാണുന്ന റിസൾട്ട് എടുത്ത് ഡോക്ടർ നോക്കുകയാണ് കേട്ടോ. അത് ദേവിയുടെ റിസൾട്ടല്ല, നമ്മുടെ ആനന്ദ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചായിരുന്നല്ലോ. എന്നിട്ട് പറയാം, അയ്യോ സോറി, റിസൾട്ട് നെഗറ്റീവാണ് കേട്ടോ. ശ്രീദേവി പ്രഗ്നൻ്റ് അല്ല എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും ദേവി ആകെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുവാണേ. ആനന്ദാണെങ്കിലും ഒന്നും സംഭവിക്കാത്ത പോലെ ദേവിയുടെ മുന്നിൽ നിൽക്കുക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.